ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നോക്കുന്ന ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ ആർക്കിൻ്റെ എപ്പിസോഡ് 16 ആണ്. അപ്പോൾ അതിൻ്റെ മുന്നത്തെ എപ്പിസോഡും കണ്ടിട്ടില്ലേ, പോയി കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ അക്കാസിനെയാണ്. അക്കാസ അങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് ഇല്ലാതായി പോവുകയാണ്. ഇത് കണ്ടെന്ന് ടാൻജറോ പറയാണ് അവൻ പോയി, അവൻ അങ്ങനെ മാഞ്ഞ് മാഞ്ഞ് പോവുകയാണെന്ന് പറഞ്ഞ് ടാൻജറോ അവിടെ മരന്നടിച്ച് വീഴാണ്. ടാൻജറോയ്ക്ക് അത്രയും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം തന്നെ ഗിയുവിന് ടാൻജറോനെ എഴുന്നേൽപ്പിക്കണമെന്നുണ്ട്. പക്ഷേ ഗിയുവിന് അത് പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ അവൻ്റെ സോഡ് കുത്തിയിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. രണ്ടാൾക്കും തീരെ വയ്യ. ഇതോടുകൂടി അപ്പർ മൗണ്ട് 3 ഇതിലൂടെ മരിച്ചിരിക്കുകയാണ്. ടാൻജറോയും ഗിയും അവിടെ നിൽക്കുകയാണ്. അതേസമയം തന്നെ നമ്മുടെ ലേഡി ഡമയുടെ കാക്കകൾ അവിടെ പറന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് മനസ്സിലാവുകയാണ് അപ്പർ മൗണ്ട് 3 മരിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ അവർ സിഗ്നൽസ് കൊടുക്കുകയാണ്. ടാൻജിറോയും ഗിയും അപ്പർ മൗണ്ട് 3 ആയിട്ടുള്ള അക്കാസനെ തോൽപ്പിച്ചെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ അടുത്ത ഷോട്ടിൽ വേറെ ഒരാളെ കാണിക്കുകയാണ്. അത് വേറെ ആരായിരുന്നില്ല, നമ്മുടെ അപ്പർ മൗണ്ട് 1 ആയിട്ടുള്ള കുക്കുഷിബോ ആയിരുന്നു. പോയി, അവൻ പോയി. അവൻ്റെ സാന്നിധ്യം എനിക്ക് കിട്ടുന്നില്ല. അക്കാസ, അവനൊരു നീണ്ട പാത തുറന്നിരിക്കുന്നു. അവൻ കൂടുതൽ ഉയരങ്ങളിലെത്താൻ ശ്രമിച്ചിരിക്കുന്നു. അക്കാസ, നീ എന്നെ തോൽപ്പിച്ചില്ല. അടുത്ത സീനിൽ കളിക്കുന്ന നമ്മുടെ അപ്പർ മൗണ്ട് 2 ആയിട്ടുള്ള ഡോമനെയാണ്. എന്ത്, അവൻ മരിച്ചോ? അവൻ വ്യത്യസ്തമായ ഒരു ജീവിയായതുപോലെ എനിക്ക് തോന്നുന്നു. അല്ല, ഞാൻ നിങ്ങളോട് നിങ്ങളുടെ പേര് ചോദിച്ചിരുന്നു. ഞാൻ എവിടെയോ പോയി. എൻ്റെ മനസ്സ് എവിടെയോ ആയിരുന്നു. ശരി, അവൻ മരിച്ചു. അവൻ്റെ മുന്നിൽ നിൽക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ കാനോ ആയിരുന്നു. ഞാൻ ഷിറൂയി കനോവ, ഈ ഷിനോബുവിൻ്റെ കൊച്ചു സഹോദരി. ഇത് കേട്ടതും ഡോമ പറയാണ്, സ്ത്രീകളെക്കുറിച്ച് ഞാൻ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു. അക്കാസ, നീ നഷ്ടപ്പെടുന്നത് എനിക്ക് അനിവാര്യമായിരുന്നു. പക്ഷെ നിങ്ങളുടെ മാംസത്തിൽ ഒരു രക്തബന്ധമില്ല. ഇത് ഡോമ പറയുന്നത് എന്താ വെച്ചാൽ, ഷിനോബുവിൻ്റെ യഥാർത്ഥ സഹോദരിയല്ല കനോവ. അക്കാസ, നീ ഇതുവരെ ഒരു സ്ത്രീയെ പോലും ഭക്ഷിച്ചിട്ടില്ല. നീ സ്ത്രീകളെ മാത്രമാണ് ഭക്ഷിച്ചിരുന്നെങ്കിൽ നീ എന്നെക്കാളും കൂടുതൽ ശക്തനായി മാറിയേനെ. ഞാൻ അവനോട് പറഞ്ഞതാ, അവരുടെ ശരീരത്തിൽ ഒരുപാട് ന്യൂട്രീഷ്യൻസ് ഉണ്ടെന്നും അവരുടെ വയറ്റിൽ കുഞ്ഞുങ്ങളെ വഹിക്കുന്നതാണെന്നും. എന്നിട്ട് അവൻ എന്തേ കഴിക്കാഞ്ഞത്? അവൻ മരിച്ചു. എൻ്റെ നല്ല സുഹൃത്ത് മരിച്ചു. എനിക്ക് സഹിക്കാനാണെന്നില്ല പറഞ്ഞ ഡോമ അവിടുന്ന് കരയാണ്. ഇത് കേട്ടെന്ന് കനവ പറയാണ്, നീയൊന്ന് നിർത്ത്. നിന്റെ മനസ്സിൽ ഒരു തരി സങ്കടം പോലും ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ മുഖത്ത് രക്തം വറ്റിയിട്ടില്ല. നിങ്ങളുടെ മുഖം കോപം കൊണ്ട് തുടുക്കുന്നില്ല. നിങ്ങളുടെ ഫ്രണ്ട് മരിച്ചിട്ടും നിങ്ങളുടെ മുഖത്തിൻ്റെ നിറം മാറുന്നില്ല. കാരണം നിങ്ങൾ മനുഷ്യരെ പോലെയല്ല. സ്നേഹമില്ല, വിശ്വാസമില്ല. അതാണ് നിങ്ങളുടെ മുഖം മാറാത്തത്. ഒരു ഭൂതത്തിൻ്റെ കണ്ണുകൾ തുടർച്ചയായി നനഞ്ഞതാണ്. അതിനാണ് അവ കണ്ണടയ്ക്കാത്തത്. കാരണം നിങ്ങളൊരു രാക്ഷസനാണ്. എൻ്റെ കനാവ, അവൾക്ക് നിന്നോട് സഹതാപം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ലോകത്ത് ജനിക്കുന്ന ഓരോ കുഞ്ഞിനും സന്തോഷവും സമാധാനവും ദുഃഖവുമുണ്ട്. അവർ അവരുടെ സന്തോഷം നഷ്ടപ്പെടുമ്പോൾ അവരുടെ മുഖം ദേഷ്യം കൊണ്ടും വിഷമം കൊണ്ടും നിറയും. പക്ഷേ നിങ്ങളുടെ മുഖത്ത് അത്തരം വികാരങ്ങൾ ഒന്നും തന്നെയില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാനേ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് സന്തോഷമില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ സങ്കടപ്പെടുന്നില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ നുണ കൊണ്ട് എന്തൊക്കെയോ മറച്ചു വെക്കുന്നു. നിങ്ങൾ സ്മാർട്ടാണ്. നിങ്ങൾ ഹാസ്യനാണ്. നിങ്ങളുടെ മനസ്സ് ഒരു ശൂന്യമായ ഷെല്ല് പോലെയാണ്. നിങ്ങളുടെ മനസ്സിൽ ഒന്നും തന്നെയില്ല. ഇതൊക്കെ നമ്മുടെ കാനോ ഡോമയോട് പറയാണ്. ഇതൊക്കെ കേട്ടിട്ട് ഡോമ പറയാണ്, ഞാൻ ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. പക്ഷേ നിന്നെപ്പോലെ എൻ്റെ എല്ലാ ഉത്തരങ്ങളെ തടഞ്ഞു നിർത്തുന്ന ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് പറഞ്ഞ് ഡോമ അവൻ്റെ സൈനെടുത്ത് അറ്റാക്ക് ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ്. കാനോ പറയാണ്, ഞാൻ നിന്നെ നരകത്തിലേക്ക് അയക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ജീവിതം ഇവിടെ തീരും. ഞാൻ ഒരിക്കലും കൂടെ പറയാണ്, നീ വളരെ സ്മാർട്ടാണ്. നീ എൻ്റെ എല്ലാ സന്തോഷങ്ങളെ തല്ലിക്കെടുത്തിയവനാണ്. ഞാൻ നിന്നെ ഉറപ്പായിട്ടും കൊല്ലുമെന്ന് പറഞ്ഞ് കാനോ അവളെ സോടെടുക്കുകയാണ്. അപ്പോൾ തന്നെ ഡോമ അവൻ്റെ ഫാൻ എടുത്ത് അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഡോമ നേരെ ഫാൻ എടുത്തിട്ട് കനോവൻ്റെ പുറകിൽ കൂടെ പോയിട്ട് തലയ്ക്ക് വെട്ടാൻ നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവളെ സ്പീഡ് മനസ്സിലാക്കി അവൾ അവിടെ കുനിയാണ്. എന്നിട്ട് അവൾ ഡോമേനെക്കാട്ടും സ്പീഡിൽ അവളുടെ സോഡ് എടുത്തിട്ട് ഡോമേൻ്റെ വയറിന് തന്നെ വെട്ടുകയാണ്. ഒരു അപ്പർ മൗണ്ട് 3 ഒരു സാധാരണ പെൺകുട്ടി അവളുടെ സോഡ് എടുത്തിട്ട് അവളുടെ വയറ്റിന് തന്നെ കുത്തിക്കയറ്റുകയാണ്. ഇത് കണ്ടതും ഡോമ ഷോക്കായി പോവാണ്. ഡോമയ്ക്ക് അവൻ്റെ ബ്ലഡ് ഡീമൻ ആർട്ട് ഓൺ ചെയ്യാണ്. ഡോമൻ്റെ ബ്ലഡ് ഡീമൻ ആർട്ടിൻ്റെ മുന്നിൽ കനോവയ്ക്ക് പിടിച്ചിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവൾ അങ്ങോട്ട് സൈഡിലേക്ക് മാറുകയാണ്. അപ്പോഴാണ് ഡോമയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്, ഇവൾ വെറുതെ വെട്ടിയതല്ല. അവളുടെ ഒരു വെട്ടിൽ തന്നെ നമ്മുടെ ഡോമേൻ്റെ, അതായത് അപ്പർ മൗണ്ട് 2 ഡീമൻ്റെ വയറ്റത്തെ ഇൻഡസ്റ്റൈൻ വരെ പുറത്ത് ചാടി പോവുകയാണ്. അത്രയ്ക്കും പവർഫുൾ ആയിട്ടാണ് അവളെ വെട്ടിയിട്ടുള്ളത്. അവൾക്ക് എൻ്റെ സ്പീഡ് വളരെ കണക്കാക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് അവളെ കാണാൻ സാധിക്കുന്നില്ല. ഞാൻ ഇതുവരെ കഴിച്ച പെൺകുട്ടികളെ പോലെ അല്ല അവൾ ആരാണ്? അങ്ങനെ ഡോമ പറയുന്നതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ അപ്പർ റാങ്ക് 2 ഡീമൻ്റെ മുന്നിൽ നമ്മുടെ കനോവ നിൽക്കുകയാണ്. കനോവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പന്നിത്തലേനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.